മെഹ്റാൻഗഡ് കോട്ടയുടെ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ നേരെ എത്തിയത് ശാന്തസുന്ദരമായ ഈ വെണ്ണക്കൽ കൊട്ടാരത്തിലേക്കാണ്. ഇതാണ് ജസ്വന്ത് താഡ. കോട്ടയിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരക മന്ദിരം. 1899 മഹാരാജ സർദാർ സിംഗ് തന്റെ പിതാവായ മഹാരാജ ജസ്വന്ത് സിംഗ് രണ്ടാമന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് മാർവാറിലെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൊട്ടാര സമാനമായ നിർമ്മിതി. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടേക്കുള്ള പ്രവേശന ടിക്കറ്റ് നിരക്ക്. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശന സമയം. ദേവകുണ്ട് തടാകക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മക്രാന മാർബിളിൽ തീർത്ത ഈ കെട്ടിടം അതിസൂക്ഷ്മമായ ശില്പകലകൾക്ക് പ്രശസ്തമായ ഒരിടമാണ്. മാർവാർ രാജകുടുംബത്തിന്റെ ശ്മശാന ഭൂമിയാണിത്. ഇവിടെ കാണുന്ന ഈ മണ്ഡപങ്ങൾ മറ്റു രാജകുടുംബാംഗങ്ങളുടെ സ്മരണയ്ക്കായി തീർത്ത ചെറു സ്മാരക മന്ദിരങ്ങളാണ്. പ്രധാന ഹാളിൽ അതിസൂക്ഷ്മ ശില്പകലകളുടെ ശേഖരവും മാർവാർ രാജകുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളും ചെറിയൊരു ആരാധനാമുറിയുമുണ്ട്. ഈ മാർബിൾ ഭിത്തിയിൽ പ്രകാശമേൽക്കുമ്പോഴുണ്ടാകുന്ന തിളക്കം കെട്ടിടത്തെ പ്രകാശം പരത്തുന്ന ഒരു അത്ഭുത നിർമ്മിതിയായി തോന്നിപ്പിക്കും. ജസ്വന്ത് താഡയുടെ സംരക്ഷണം ഇന്ന് മെഹ്റാൻഗഡ് മ്യൂസിയം ട്രസ്റ്റിന് കീഴിലാണ്. സ്മാരക മന്ദിരവും പരിസരവും വളരെ വൃത്തിയോടെയും മനോഹരമായും സംരക്ഷിച്ചിട്ടുണ്ട്. കാഴ്ചകളും കണ്ട് ഈ തടാകക്കരയിൽ ഞങ്ങൾ അല്പം സമയം ചെലവഴിച്ചു. ശില്പകലയും ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേർന്ന ജസ്വന്ത് താഡയുടെ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ കൊട്ടാരങ്ങളിലൊന്നായ ഉമൈദ് ഭവൻ മ്യൂസിയത്തിലെ ഞങ്ങളുടെ സന്ദർശന വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.